ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പിറ്റേന്ന് ആയുഷ് ജോലിക്ക് പോകാൻ റെഡിയായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ആയുഷിന്റെ അരികിലിരുന്ന് ആമി അവന്റെ കയ്യിൽ തട്ടിയത്. ഏട്ടാ, അങ്ങോട്ട് നോക്ക്. ആമി കാണിച്ചു തന്ന ഇടത്തേക്ക് നോക്കി ആയുഷ് കാണുന്നത് സ്കൂളിൽ പോകാൻ റെഡിയായി ബാഗിലെന്തോ തിരഞ്ഞ് വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാർത്തികയാണ്. ഏട്ടാ, അവളുടെ അഹങ്കാരം നോക്ക്. ഏട്ടൻ ഇന്നലെ പറഞ്ഞതല്ലേ അവളോട് ജോലിക്ക് പോകേണ്ടത്, എന്നിട്ട് അവളത് അനുസരിച്ചില്ലല്ലോ. ആമി അമർഷത്തോട് ആയുഷിനോട് പറഞ്ഞു. എടി, നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലായിരുന്നോ ജോലിക്ക് പോക്ക് നിർത്താൻ? പിന്നെ നീ എങ്ങോട്ടാ രാവിലെ തന്നെ കെട്ടിയൊരുക്കി പോകുന്നത്? അവരുടെ അടുത്തേക്ക് എത്തിയ കാർത്തികയോട് ആമി ദേഷ്യത്തിൽ പറഞ്ഞു. ആമിയുടെ ചോദ്യം കേട്ടെങ്കിലും കാർത്തൊന്നും പറഞ്ഞില്ല. ആമി, ഞാനാ അവളോട് ജോലിക്ക് പോക്ക് നിർത്തണമെന്ന് പറഞ്ഞത്. ഭവാനി ആമയ്ക്ക് നേരെ ശബ്ദമുയർത്തി. അമ്മേ, അമ്മ എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നത്? അമ്മ ആമിക്ക് നേരെ ശബ്ദമുയർത്തിയത് ഇഷ്ടപ്പെടാതെ ആയിഷ് ചോദിച്ചു. നീ മിണ്ടരുത്. നീ ഒറ്റയാളാ ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നീ എന്തിനാ ഇവളോട് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞത്? അമ്മയുടെ ചോദ്യത്തിന് ആയുഷിന് മറുപടി ഒന്നും ഇല്ലായിരുന്നു. അമ്മേ, ഇവള് ജോലിക്ക് പോയാൽ ശരിയാകില്ല. ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? അമ്മ ചെയ്യൂ. അതിന് കാത്തു പോകുമ്പോഴേക്ക് ജോലി എല്ലാം തീർക്കുന്നുണ്ട്. പിന്നെ എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്നത്? അതിന് ഇവൾക്ക് കളക്ടർ ഉദ്യോഗമല്ലേ? ഇവള് വെറും നേഴ്സറി പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് അറിഞ്ഞ അതിന്റെ നാണക്കിന് എന്റെ ഏട്ടനല്ലേ? ആമയെ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അമ്മയും മാമിയും തമ്മിലുള്ള വഴക്ക് കണ്ടതും ആയിഷ കാർത്തുവിനെ ദേഷ്യത്തിലൊന്ന് നോക്കി. എന്ത് നാണക്കേട്? എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. നീ അത് മനസ്സിലാക്കാമി. ഇവള് ജോലിക്ക് പോകും, ആരും അത് തടയാൻ നിൽക്കണ്ട. അവസാനം ആയിഷിനൊന്ന് തറപ്പിച്ച് നോക്കിയാണ് ഭവാനി അത് പറഞ്ഞത്. അവര് പറഞ്ഞത് കേട്ട് പിന്നെ ആരൊന്നും പറഞ്ഞില്ല. അമ്മേ, ഞാൻ ഇറങ്ങാം. കാത്ത് ടേബിളിൽ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എടുത്ത് ബാഗിലേക്ക് വെച്ച് പറഞ്ഞു. അതിനൊന്നും കഴിച്ചില്ലല്ലോ മോളെ. സമയമില്ലമ്മേ, ഇപ്പൊ തന്നെ വൈകി. കയ്യിലെ പഴയ കറുത്ത പട്ടയുള്ള വാച്ചിലേക്ക് നോക്കി ധൃതി കൂട്ടിക്കൊണ്ട് കാർത്തു പറഞ്ഞു. ഇവൻ ഏതായാലും ആ വഴിക്കാണ്. മോൾക്ക് അവന്റെ കൂടെ പോകാം, ഇരുന്ന് കഴിക്ക്. അമ്മ പറഞ്ഞത് കേട്ട് കഴിപ്പ് നിർത്തി ആയിഷ അവരൊന്ന് കൂർപ്പിച്ച് നോക്കി. അത് വേണ്ടമ്മേ, ഞാൻ ബസ്സിന് പൊക്കോളാം. അത് പറഞ്ഞ് കാർത്തു പോകാൻ നിന്നത് ഭവാനി അവളെ പിടിച്ചിരുത്തി കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷ താൻ പോകുമ്പോൾ കാർത്തുവിനെ കൂടെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. ആമിക്കതൊന്നും ഇഷ്ടമാകുന്നില്ലെങ്കിലും അമ്മയെ പേടിച്ച് ഒന്നും മിണ്ടാൻ പോയില്ല. കാർത്തു കഴിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ആരുവാണെന്ന് വിളിക്കുന്നത് കണ്ടതും കാർത്തു വേഗം ഫോൺ എടുത്തു. ഹലോ, എന്താ ആരു? ആരു എന്ന പേര് കേട്ടതും ആയുഷിന്റെ മുഖമൊന്ന് വിടർന്നു. അവളുടെ ശബ്ദം കേൾക്കാനായി അവന്റെ ഉള്ളൊന്ന് തുടിച്ചു. ആയുഷിന്റെ മാറ്റം മനസ്സിലായതും ആമിയുടെ മുഖം മുറുകി. മറുപുറത്തേന്ന് പറയുന്നൊന്നും ആയുഷിന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ എന്ത് പറ്റി? വയ്യേ നിനക്ക്? കാർത്തു പറഞ്ഞത് കേട്ട് ആരുവിന് സുഖമില്ലെന്ന് മനസ്സിലായി. ആയിഷിന്റെ നെഞ്ചിരിപ്പ് കൂടി. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാഞ്ഞിട്ട് ആയിഷിന് സമാധാനമില്ലായിരുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാതെ ആമി ദേഷ്യത്തിൽ അവിടെ നിന്ന് കഴിക്ക് നിർത്തി എഴുന്നേറ്റ് പോയി. മനസ്സിലെ ടെൻഷൻ കാരണം ആയിഷ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആണോ കൊച്ചു കള്ളി, കൺഗ്രാജുലേഷൻ മുത്തേ. മറുപുറത്തേന്നും ആര് പറഞ്ഞത് കേട്ട് കാത്തു സന്തോഷത്തിൽ പറഞ്ഞു. അമ്മയും ആയിഷും കാര്യം മനസ്സിലാക്കാതെ കാത്തുവിനെ നോക്കി. എന്നാ ശരിയടി, നീ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം വിളിക്ക്. കാത്തു സന്തോഷത്തോടെ പറഞ്ഞ് ഫോണ് വെച്ചു. ആരാ മോളെ വിളിച്ചത്? ഫോണ് വെച്ച് കഴിഞ്ഞതും അമ്മ കാർത്തുവിനോട് തിരക്കി. ആയിഷ് ഭക്ഷണം കഴിക്കണമെന്ന് വ്യാജേന കാർത്തുവിന്റെ മറുപടി കേൾക്കാൻ ചെവി കൂർപ്പിച്ചിരുന്നു. ആരുമാണമ്മേ? അവളൊന്നും വരുന്നില്ല, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോകാൻ? അവള് പ്രഗ്നന്റ് ആണമ്മേ, അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോവാ. കാർത്തു സന്തോഷത്തിൽ പറഞ്ഞു. കാർത്തു പറഞ്ഞത് കേട്ട് കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ വിളറി വെളുത്ത് ആയിഷിരുന്നു. ആര് വീണ്ടും വീണ്ടും തന്റെ കൈവിട്ട് ദൂരേക്ക് പോവുകയാണെന്ന് ഓർത്തതും ആയിഷ ദേഷ്യത്തിൽ മുഷ്ടി ചൂടി. മഹിയെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഇനിയും വൈകാതെ അവളെ തന്റെ അടുത്തേക്ക് എത്തിക്കണമെന്ന് ആയിഷ തീരുമാനിച്ച് കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു. ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിറങ്ങുമ്പോൾ 3 പേരുടെയും മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. ആരുവിനും അവളുടെ ഉള്ളിലുള്ള കുഞ്ഞു പാവക്കും വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അയൺ ഗുളിക, വിറ്റാമിൻ ഗുളികയും എഴുതി ഡോക്ടർ നൽകി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അതിൻ്റെ ഒരു തെളിച്ചം 3 പേരുടെയും മുഖത്തുണ്ടായിരുന്നു. ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കിട്ടിയതാ, എന്നിട്ട് എൻ്റെ അദ്ദേഹത്തിന് ഒരു വിലയും തരാതെ എല്ലാവരും നിനക്ക് മാത്രമാണല്ലോ കൺഗ്രാജുലേഷൻ പറയുന്നത്. തന്നോട് മാത്രം ആരും കൺഗ്രാജുലേഷൻ പറയാത്ത കുശുമ്പിൽ മഹി ആരുവിനോട് പറഞ്ഞതും അവൾ വേഗം കൂടെ വരുന്ന ഇന്ദുവിനെ നോക്കി. ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ പറയാൻ സൂര്യക്ക് വിളിക്കുകയായതുകൊണ്ട് മഹി പറഞ്ഞത് ഇന്ദു കേട്ടില്ലെന്നത് ആരുവിൽ ആശ്വാസം നിറച്ചു. നിങ്ങളുടെ നാവിന് ലൈസൻസ് ഇല്ലെന്ന് എനിക്ക് അറിയാം, ഇനി ഓരോരോ വൃത്തികേട് പറഞ്ഞ് അതെല്ലാവരെയും അറിയിക്കണ്ട. ആരും മഹിയെ നോക്കി കണ്ണിരട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത് വൃത്തികേടാ ഇതിലേക്ക്? ഇത് മതി, നിങ്ങൾ ഇനി വാ തുറക്കണ്ട. മഹി ബാക്കി പറയുന്നതിന് മുമ്പ് ആരോ എന്നെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
ഓ, കാര്യം പറയാനും പറ്റില്ല. ആര് കൈയെടുത്തത് മഹി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ കാര്യം പറയണ്ട. ആര് കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞതും മഹി പിന്നൊന്നും പറഞ്ഞില്ല. എന്തു പറ്റി? അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് എന്ത് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ഈ മഹിയേട്ടൻ്റെ ഓരോരോ സംശയങ്ങൾ അത് തീർത്തു കൊടുത്തതാ. ആര് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് ഇന്ദു ചിരിച്ചു. മോള് വാ, സൂക്ഷിച്ച് നടക്കണേ. അത് പറഞ്ഞ് ഇന്ദു ആരുവിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അത് കണ്ടതും ആരുവിന്റെ മറുസൈഡിൽ നിന്നിരുന്ന മഹിയും അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. കരുതലോടെ പതിയായിരുന്നു മഹി വണ്ടി ഓടിച്ചത്. അപ്പൊ ചെകുത്താൻ പതിയെ ഡ്രൈവ് ചെയ്യാൻ അറിയാം. ആര് ഡ്രൈവ് ചെയ്യുന്ന മഹിയെ നോക്കി പതിയെ പിറുപിറുത്തു. അവര് വീടെത്തുമ്പോൾ അവരെ കാത്തുന്ന പോലെ സീത ഉമ്പറത്തുണ്ടായിരുന്നു. അവരെ കണ്ടതും വണ്ടിയിൽ നിന്നിറങ്ങി ഇന്ദുവിന്റെയും ആരുവിന്റെയും മുഖം വന്നു. എന്തായി മക്കളെ, ഹോസ്പിറ്റലിൽ കാണിച്ച് കൺഫേം ആയോ? ആകാംക്ഷയോടെ സീത തിരക്കി. സീതപ്പച്ചിനൊരു അപ്പച്ചിമാകാൻ പോവാ. ആര് പ്രഗ്നന്റാ, കുഴപ്പമൊന്നുമില്ല, മഹി സന്തോഷത്തിൽ പറഞ്ഞു. സീതയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞുവെങ്കിലും അവരത് സമർത്ഥമായി മറച്ചു വെച്ച് സന്തോഷം നടിച്ച് ആരുവിനരികിലേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞതും ആര് സീതയുടെ കൈകൾ തട്ടിമാറ്റി ഉള്ളിലേക്ക് നടന്നു. അവൾക്ക് എന്തിനാ മോനെ എന്നോട് ഇത്രയും ദേഷ്യം? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കിട്ടിയ അവസരം മുതലാക്കി കള്ളക്കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് സീത പറഞ്ഞതും ഉച്ചത്തിൽ മുഖം തിരിച്ച് ഇന്ദു ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പച്ചി വിഷമിക്കണ്ട, ആരുവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളിനെ അപ്പച്ചോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല. സീതയുടെ വിഷമം കണ്ട് സങ്കടം വന്ന മഹി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് അവർ തമ്മിൽ വഴക്കിനി തുടങ്ങിക്കോളൂന്ന് മനസ്സിലോർത്ത് സീത ചിരിച്ചു. അപ്പച്ചി വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും. അത് പറഞ്ഞ് മഹി അവരെയും കൂട്ടി ഉള്ളിലേക്ക് കയറി. മഹി നേരെ റൂമിലേക്ക് പോയതും കാണുന്നത് ഫ്രഷാകാൻ വേണ്ടി ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന ആരുവിനെയാണ്. ആരു, നീ എന്താ ഇങ്ങനെയൊക്കെ സീതപ്പിച്ചോട് പെരുമാറുന്നത്? മഹി ഇത്തിരി ദേഷ്യത്തിൽ ആരുവിനോട് ചോദിച്ചു. മഹിയേട്ടാ, എനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ശാന്തമായി തന്നെ ആരു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? മഹി ദേഷ്യത്തിൽ ആരുവിനോട് ചോദിച്ചു. എനിക്കല്ല, മഹിയേട്ടനാ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തത്. കള്ളി അവര്, പേരും കള്ളി. ആരു സീതയോർത്ത് പല്ല് കഴിച്ചുകൊണ്ട് പറഞ്ഞു. ആരുഷി, നീ ആരെക്കുറിച്ചായി പറയുന്നെന്ന ബോധം നിനക്കുണ്ടോ? എന്റെ അപ്പച്ചി അത്. ഞാൻ ആരെക്കുറിച്ചാ പറയുന്നത് എനിക്ക് നല്ല ബോധമുണ്ട്. അതില്ലാത്തത് മഹിയേട്ടനാ. അവരുടെ പേര് പറഞ്ഞ് വഴക്ക് കൂടാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അത്രമാത്രം പറഞ്ഞ് ആര് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി പോയതും മഹി ദേഷ്യത്തിൽ ബെഡിലിരുന്നു. ആര് ഫ്രഷായി ഇറങ്ങുമ്പോൾ മഹി ബെഡിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. കയ്യിലുള്ള തോത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അവൾ താഴേക്ക് പോയി. ആരുമോളെ, ഇതാ ഇത് കുടിച്ചോ, ക്ഷീണം മാറും. സ്നേഹം നടിച്ചൊരു ഗ്ലാസ് ജ്യൂസുമായി താഴേക്കെത്തി ആരുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് സീത പറഞ്ഞു. നോ താങ്ക്സ്. എന്ത് വിശ്വസിച്ച് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനിത് വാങ്ങിക്കുടിക്കും? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ളത് അതിന് കലത്തിട്ടില്ലെന്ന് ആർക്കറിയാം? ആര് പൂച്ചത്തിൽ പറഞ്ഞത് കേട്ട് സീതയുടെ മുഖം മാറി. അതെടി, എന്റെ ഉദ്ദേശം അത് തന്നെയാ. നീ പേടി ചുരുക്കി തീരണം. ആരുവിനെ നോക്കിയ ദേഷ്യത്തിൽ സീത പറഞ്ഞു. അതിന് നിങ്ങൾ രണ്ടാമത് ജനിക്കണം. നിങ്ങളുടെ ഒരു ഉദ്ദേശം നടക്കില്ല. നടക്കും. അതിനുവേണ്ടി നിന്നെ കൊല്ലേണ്ടി വന്നോ അത് ഞാൻ ചെയ്യും. നീയാ എനിക്ക് മുന്നിലെ തടസ്സം. നിങ്ങൾ എന്റെ രോമത്തിൽ തൊടില്ല. നിങ്ങളൊരു മനുഷ്യശ്രീ തന്നെയാണോ? സ്വത്തോ പണമോ എന്താ നിങ്ങൾക്ക് വേണ്ടത്? സീതയെ കൂടുതൽ പ്രലോഭിച്ച് അവിടെ ഉള്ളറിയാൻ ശ്രമിച്ചുകൊണ്ട് ആര് ചോദിച്ചു. എനിക്ക് വേണ്ടത് ഈ കോവിലകത്തിന്റെ തകർച്ചയാ. ഈ കോവിലകം തകർന്ന് തരിപ്പണമായി പോകുന്നത് കണ്ടാലേ എനിക്ക് സന്തോഷാകൂ. അതിനു വേണ്ടിയാടി ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. സീത പറഞ്ഞത് കേട്ട് ആരും ഒന്നും ഞെട്ടി. നിങ്ങൾ ജനിച്ചു വളർന്ന തറവാടല്ലേ ഇത്? ആരെങ്കിലും സ്വന്തം തറവാട് തകർന്നു പോകാൻ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കും, ഞാൻ ആഗ്രഹിക്കും. ഈ തറവാടും സൂര്യയും തകരുന്നത് എനിക്ക് കാണണം. എന്നാലേ എനിക്ക് സന്തോഷാകൂ. ഒരു ഭ്രാന്തിയെ പോലെ അവർ പറയുന്നത് കേട്ട് ആരും തട്ടിങ്ങി. അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ അച്ഛൻ? അവൻ എന്റെ ശത്രുവാ. അവന്റെ സന്തോഷം എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാ അവന്റെ ജീവിതത്തിലെ സന്തോഷമായ യാമിനിയെ ഞാൻ തന്നെ തീർത്തത്. സീത പറഞ്ഞത് കേട്ടതും ആരൊന്നും നെടുങ്ങി. മഹിയുടെ അമ്മയുടെ മരണം കൊലപാതകമാണെന്ന് അറിയാം. എങ്കിലും സീതപ്പച്ചിയുടെ കരങ്ങൾ കൊണ്ടാണെന്നത് ആരും വിശ്വാസം വരാതെ അവർ നോക്കി. എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? അവൾ എൻ്റെ ഉള്ളിലിരിപ്പ് ഒക്കെ എറിഞ്ഞു. കൂടെ സൂര്യ തകരണമെങ്കിൽ പ്രാണനായവൾ ഇല്ലാതെയാകണം. അതുകൊണ്ട് തന്നെയാ അവൾ ഇല്ലാതാക്കിയത്. അവളെയും വയറ്റിൽ വരുന്ന കുഞ്ഞിനെയും വെറുതെ വിടണം, ഇതൊന്നും ആരോടും പറയില്ലെന്ന് പറഞ്ഞ് അവൾ കുറെ അപേക്ഷിച്ചാ എന്നോട്. ഞാൻ കേട്ടില്ല. എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ അവളെയും അവളുടെ വയറ്റി കുരുത്തിനെയും ഇല്ലാതാക്കിയത്. തന്റെ രണ്ട് കൈയും ഉയർത്തി അതിലേക്ക് നോക്കി ഉന്മാദിയെ പോലെ സീത പറഞ്ഞതും ആര് തരിച്ചു നിന്നു. യാമിനിയുടെ മരണം കാരണം സൂര്യ ഒത്തിരി തകർന്നു. അന്ന് ഞാൻ ഒത്തിരി സന്തോഷിച്ചു.
സൂര്യക്കൊരിക്കലും യാമിനിയെ മറക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ഇവിടുത്തെ അമ്മയെ പറഞ്ഞു മയക്കി ഇന്ദുവുമായിട്ടുള്ള കല്യാണം നടത്തിയത്. ഇരുവർക്കും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് തന്നെയായിരുന്നു ആ വിവാഹം നടത്താനുള്ള കാരണവും. സൂര്യയും ഇന്ദുവിനെയും ജീവനായി കണ്ട് സ്നേഹിച്ചിരുന്ന മഹിയെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവരോടുള്ള വെറുപ്പ് നിറച്ചു. അവരീന്ന് അകറ്റിയൊരു തെമ്മാടിയാക്കി മാറ്റിയതും ഞാനാ. മാഹി വഴിയെത്തി നടക്കുന്നത് കാണുമ്പോൾ മകനെ നെഞ്ചിലേറ്റി നടക്കുന്നതിന് വേദനിക്കും. വേദനിച്ച് ജീവിതത്തിൽ ഒരു സന്തോഷവും അറിയാതെ സൂര്യ ചങ്ക് പൊട്ടി മരിക്കണം. എല്ലാം തകിടം പറഞ്ഞത് നീ വന്നതിൽ പിന്നെയാ. നീ ഇല്ലാതായാൽ മാത്രമേ എന്റെ പാടെല്ലാം നടക്കൂ. ഒരു ഭ്രാന്തിയെ പോലെ പറഞ്ഞവർ സാരിക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്തതും ആരും ഒന്ന് വിറച്ചു. ഇതൊക്കെ അച്ഛനും മഹേട്ടനും അറിഞ്ഞാ നിങ്ങളെ വെറുതെ വിടില്ല. ഉള്ളിലെ പേടി മറച്ചു വെച്ചുകൊണ്ട് ആരും പറഞ്ഞു. അതിനാരും അറിയില്ല, അറിഞ്ഞാലും വിശ്വസിക്കില്ല. ഈ സത്യമെല്ലാം മറയുന്ന നീ ഇന്ന് മരിക്കാൻ പോകുകയല്ലേ, ഇതെങ്ങനെ അവരറിയാനാ? നീ ഇല്ലാതെയായാ എല്ലാം ശരിയാകും. വിഭ്രാന്തിയുള്ള ആളൊരാളെ കൊന്നാലും കേസാകില്ല. കത്തിയുമായ ഒരു വികൃത ചിരിയോട് ആരുവിനരികിലേക്ക് നടന്നെടുത്തുകൊണ്ട് സീത പറഞ്ഞതും ആരും ഒന്ന് പതറി. പെട്ടെന്നാണ് കത്തി പിടിച്ച സീതയുടെ കയ്യിൽ ഒരു ബലിഷ്ഠമായ കൈ മുറുകിയത്.